ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആവേശജനമായ IPL-ന് നാളെ തുടക്കം. പതിവ് പോലെ ഇത്തവണ കപ്പ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞുകൊണ്ടാണ് RCB ഫാൻസുകാർ രംഗത്തുള്ളത്. 18ാം സീസണാണിത്. ഇത് വെറുതെ പതിവ് പോലെ പറയുന്നതല്ല RCB ആരാധകർ. കാരണം RCBയുടെ എക്കാലത്തും മികച്ച താരങ്ങളിൽ ഒരാളായ വിരാട് കോഹ്ലി നമ്പർ 18, ആ 18ാം നമ്പറുകാരനെ ഈ 18ാം സീസണിൽ കപ്പടിച്ചുകൊണ്ട് പ്രതീക്ഷ കാക്കേണ്ടതുണ്ട്. വമ്പൻ അഴിച്ചുപണിയാണ് RCBയിൽ നടത്തിയത്. മാക്സ്വെൽ, സിറാജ് തുടങ്ങി വമ്പൻ താരങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് RCB പുതിയ ടീമിനെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് RCB ആരാധകർ പ്രതീക്ഷിച്ചത് വിരാട് കോഹ്ലിയെ ആയിരുന്നു. എന്നാൽ വിരാട് കോഹ്ലിയെ മാറ്റിക്കൊണ്ട് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് പടിതറയായിരുന്നു. പടിതർ കഴിഞ്ഞ തവണ RCBക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച കളിക്കാരനാണ്. ആ യുവതാരത്തിൽ തന്നെയാണ് RCB ഇത്തവണയും പ്രതീക്ഷ അർപ്പിക്കുന്നത്. മാത്രമല്ല ബാറ്റിംഗ് ലൈനപ്പ് എല്ലാ തവണത്തേതുപോലെ ഇത്തവണയും വളരെ ശക്തമാണ് RCBയുടേത്. കഴിഞ്ഞ തവണ IPL-ൽ ബാറ്റിംഗിൽ വമ്പൻ പ്രകടനം കാഴ്ചവെച്ച സാൾട്ടിനെ ഇത്തവണ RCBയിൽ എത്തിച്ചിരിക്കുന്നത് കപ്പടിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ വീണ്ടും വർദ്ധിക്കുന്നത്. മറ്റൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ആദ്യം തന്നെ പുറത്താകേണ്ടിയിരുന്ന ടീമായിരുന്നു RCB. എന്നാൽ അവസാന ഒരു നേരിയ പ്രതീക്ഷയുടെ ആ ഒരു നേരിയ കച്ചിത്തുരുമ്പിൽ പിടിച്ചുകൊണ്ട് 6 വിജയങ്ങൾ തുടരെ വിജയിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 4 ടീമുകളിൽ ഒന്നായി മാറാൻ RCBക്ക് കഴിഞ്ഞു. ആ ഒരു മുന്നേറ്റം ഇത്തവണയും നടത്താൻ RCBക്ക് സാധിക്കും. അതിലൂടെ RCB കപ്പടിച്ചേ മടങ്ങൂ എന്ന ഒരു പ്രതീക്ഷ വീണ്ടും നിലനിർത്തിക്കൊണ്ടാണ് ആരാധകർ പതിവ് പോലെ ഇത്തവണ കപ്പ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. RCBയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം, എല്ലാ തവണയും ബാറ്റിംഗ് ലൈനപ്പ് വളരെ ശക്തമാക്കി തീർക്കുമ്പോൾ ബൗളിംഗ് ലൈനപ്പ് പതിവ് പോലെ RCBയുടെ ഇത്തവണയും വളരെ നിരാശപ്പെടുത്തുന്നതാണ്. എത്ര വലിയ സ്കോർ ടീം നേടിയാലും അതിനെ എതിരാളികൾക്ക് മറികടക്കാവുന്ന തരത്തിലുള്ള ഒരു ബൗളിംഗ് ലൈനപ്പാണ് RCBയുടേതാണ്. അതാണ് എക്കാലത്തും RCBയെ ചതിച്ചിട്ടുള്ളതും എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തവണ ബൗളിംഗ് നിരയിൽ എടുത്തു പറയാവുന്ന താരം ഹാസൽവുഡ് മാത്രമാണ്. പിന്നെ നല്ലൊരു കാലമുണ്ടായിരുന്ന ഭുവനേഷ് കുമാർ, പക്ഷേ എത്ര കണ്ട് ശോഭിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ തവണ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച യുവ ബൗളറാണ് യാഷ് ദയാൽ. പക്ഷേ സ്ഥിരത എത്ര കണ്ടുണ്ടായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു ബൗളർ കൂടിയാണ് യാഷ് ദയാൽ. അത് മറന്നു പോകാൻ കഴിയില്ല. എങ്കിൽ പോലും താരതമ്യേന നല്ലൊരു ലൈനപ്പുമായി തന്നെയാണ് RCB കളത്തിലിറങ്ങുന്നത്, വിജയ പ്രതീക്ഷയുമായി. പക്ഷേ മറുപക്ഷത്തുള്ളത് സ്വന്തം കാണികൾക്ക് മുന്നിൽ വളരെ ശക്തമായ ടീമുമായിട്ടാണ് രഹാനെ രംഗത്തിറങ്ങുന്നത്. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഹർഷിത് റാണ, അതുപോലെ തന്നെ സ്പിൻ മാന്ത്രികൻ അരുൺ ചക്രവർത്തി, സുനിൽ നരൻ, ഒട്ടനവധി താരങ്ങളുണ്ട് ബൗളിംഗ് ലൈനപ്പിൽ KKRന്. അതുപോലെ തന്നെ ബാറ്റിംഗ് വളരെ സ്ട്രോങ് ആണ്. റിങ്കു സിംഗ്, ആൻഡ്രൂ റസൽ, പവൽ തുടങ്ങി വെടിക്കെട്ടിന് പേരുകേട്ട ഒരു വമ്പൻ താരനിര കൊണ്ട് തന്നെയാണ് കിങ് ഖാന്റെ ടീം ഇറങ്ങുന്നത്. ഏതായാലും നാളത്തെ മത്സരം തീപാറും, അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ പരിഹാസങ്ങൾക്കും എല്ലാ ആക്ഷേപങ്ങൾക്കും എല്ലാ വിമർശനങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഇത്തവണ RCBക്ക് കപ്പ് നേടാൻ വിജയത്തോടെ തുടങ്ങാൻ സാധിക്കുമോ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ രാജ്യത്തിന് വേണ്ടി ഒട്ടനവധി നേട്ടങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ജനകീയമായ ഈ ടൂർണമെൻറ്റിൽ IPL-ൽ ഒരു കിരീടം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് നേടിക്കൊടുക്കൽ അത്യാവശ്യമാണ്. അദ്ദേഹത്തിനൊരു കപ്പ് നേടാൻ കഴിഞ്ഞില്ലെന്നുള്ളത് മാനസികമായി അദ്ദേഹത്തിന് മാത്രമല്ല വിഷമം. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് RCB ആരാധകർക്ക് എല്ലാവർക്കും, അതിലപ്പുറം RCB ഫാൻസുകാർ അല്ലാത്തവർക്ക് പോലും വിരാട് കോഹ്ലി IPL-ൽ ഒരു കപ്പ് നേടിക്കൊണ്ട് വിരമിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല. കളിക്കേണ്ടതും അത് കാണിക്കേണ്ടതും ടീമിൻ്റെ ഉത്തരവാദിത്തമാണ്. നല്ലൊരു സീസൺ ആയിരിക്കട്ടെ RCBക്ക്, ഒപ്പം KKRനും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് വീണ്ടും പറയുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നിങ്ങളിലേക്ക് എത്തും. ഗുഡ് ബൈ.